എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഒക്ടോബർ 9 വക്രഗതിയിൽ പോകുന്ന വ്യാഴം കന്നി രാശിക്കാരെ എപ്രകാരം സ്വാധീനിക്കുന്നത് പറയുന്നത്. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ പകുതിയും ഉൾപ്പെടുന്നതാണ് കന്നിരാശി. ഈ കന്നിരാശിക്കാരുടെ ഗ്രഹസ്ഥ്യം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അല്പം വിചിത്രമായിട്ട് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം മഹാഭാഗ്യസ്ഥാനമായ 9 നിൽക്കുന്നു. ശനി അതിൻ്റെ രാജയോഗപ്രദമായൊരു ഗ്രഹസ്ഥിയാണ്. 11, 3, 6 എന്നീ ഭാവങ്ങളൊക്കെ രാജയോഗം പറയാവുന്ന സ്ഥിതിയാണ് ശനിക്ക്. ശനി 6 നിൽക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവർക്ക് 2024 മെയ് 1 വ്യാഴം ഈ ഭാഗ്യസ്ഥാനത്തേക്ക് വന്നുവെങ്കിൽ ശനി കഴിഞ്ഞ വർഷം തന്നെ 23 തന്നെ 6ാം ഭാവത്തിലേക്ക് പകർന്നു. എന്നാൽ പോലും ഇവർക്ക് ഈ വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങൾ ഈ ഏപ്രിൽ മുതൽ കിട്ടിയ ഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷേ ഈ ജാതകർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ചുറ്റും ചിലപ്പോൾ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളും അവരുടെ സാമ്പത്തിക കാര്യങ്ങളും ജോലിയൊക്കെ നല്ല രീതിയിൽ നടന്നു പോകും. എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. പക്ഷെ അവർക്ക് എത്രത്തോളം അനുഭവയോഗ്യം, എത്രത്തോളം അവർ ആസ്വദിക്കുന്നുണ്ടെന്ന് അവർ ശരിക്കും ആസ്വദിക്കേണ്ട സമയം തന്നെയാണല്ലോ. 9 വ്യാഴം 6 ശനിയൊക്കെ നിൽക്കുന്ന സമയം. പക്ഷെ അതൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നത്തിൽ നിൽക്കുന്ന ഈ കേതുവാണ് ഒരു പ്രധാന കാരണം. അത് ഈ കേതു ആദിത്യൻ, ചൊവ്വ, ശനി, രാഹു ഇങ്ങനെ പാപന്മാരൊക്കെ ലഗ്നത്തിൽ നിൽക്കുമ്പോഴേ, ഇപ്പോൾ ഉദാഹരണം ഒരു ജന്മമാസത്തിൽ കൂടെ നമ്മൾ ആദ്യത്തെ ജന്മരാശി കൂടെ പോകുന്നതാണല്ലോ ജന്മമാസം എന്ന് പറയുന്നത്. ജന്മമാസം ഒരു വലിയ കഷ്ടതയാണല്ലോ. മുടി പോലും അങ്ങനെയൊക്കെ നിൽക്കുന്നതായിരുന്നു പണ്ടത്തെ ഒരു ഇതൊക്കെ സിസ്റ്റമൊക്കെ. അത്ര കഷ്ടതകളുള്ള സമയം എന്ന് പറയും. ഒരു പാവൻ രാശി കൂടെ പോകുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ കേതു എന്നൊരു പാവൻ, ഒരു ശോഭയെ പോലെ കുജനെ പോലെ ഒരു പാപിയാണ് ഈ കേതു. അപ്പോൾ അത് ആ രാശിയിൽ 1.5 വർഷം നിൽക്കും. അത് കഴിഞ്ഞ വർഷം 23 ഒക്ടോബർ 31 അതിലേക്ക് പകർന്നത്. ഏകദേശം ഒരു 1.5 വർഷം ആ രാശിയിലുണ്ടാവും. കേതു അങ്ങനെ നിൽക്കുന്ന ഒരു മനസ്സിങ്ങനെ ഒരു കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ, നമുക്ക് ഒന്നിനൊന്നൊരു ശ്രദ്ധ ചെലുത്താൻ കിട്ടുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അങ്ങനെ മനസ്സാക്കിയുള്ളത്. അപ്പോൾ ഈ രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നീട് 6 നിൽക്കുന്ന ശനി അനുകൂല ഗ്രഹസ്ഥ തന്നെയാണ് എങ്കിൽ പോലും ജൂൺ 30 അത് വക്രഗതിയിലായി. ഈ അതിചാരേതു വക്രേതു പൂർവ്വരാശി ഗതംഫലം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ നിൽക്കുന്ന രാശിയുടെ ഫലം പൂർണ്ണമായി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് പോകും. അപ്പോൾ പിന്നീടുള്ള രാശി 5ആണ്. അപ്പോൾ അതൊരു മനസ്ഥാനത്ത് ശനി വരുമ്പോൾ ഒരു മനസ്സിനൊരു സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ജൂൺ 30 മുതൽ ഇവർക്ക് ഒരു സുഖകരമായിരുന്നിരിക്കില്ല. മനസ്സിനൊരു അസ്വസ്ഥത. പോരാത്തിന് ലഗ്നത്തിൽ കേതുവുമുണ്ട്, 7 രാഹുവുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഗ്രഹസ്ഥികൾ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 12 സൂര്യൻ, ഇപ്പോൾ കന്നിമാസമായപ്പോൾ കന്നി രാശിയിലേക്ക് സൂര്യനും വന്നു. അപ്പോൾ സൂര്യനുണ്ട്, കേതുവുണ്ട്, അതിൻ്റെ കൂടുതൽ പിന്നെ ശനിയുടെ വക്രം. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ രാശിക്കാരുള്ളത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് നല്ല കാലമാണെങ്കിൽ പോലും നല്ല കാലം തന്നെയാണ്, ഈ സംശയമൊന്നുമില്ല. മാനസികമായിട്ട് അത് എത്രത്തോളം ഇവർക്ക് രാശിക്കാർ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം. നമ്മളത് അനുഭവിച്ചില്ലെങ്കിൽ നമ്മുടെ ചുറ്റും എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് എന്തോ കുഴപ്പങ്ങളുള്ള ഒരു ആശങ്കയും നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലതാനും, എന്നാൽ കുഴപ്പങ്ങളുണ്ടോ എന്ന് തോന്നലുണ്ട്. അതുകൊണ്ട് സുഖക്കുറവുണ്ട്. അങ്ങനെയാണ് ഈ രാശിക്കാരുടെ നിൽപ്പ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇവർക്ക് എന്ത് തന്നെ ആയിരുന്നാലും ഒക്ടോബർ 9 വ്യാഴത്തിൻ്റെ വക്രഗതി വരുമ്പോൾ ഒക്ടോബർ 9 മുതൽക്ക് നവംബർ 15 വരെ, കാരണം നവംബർ 15 ശനിയുടെ വക്രം തീരുന്നത്. അപ്പോൾ ഇപ്പോൾ ശനി വക്രത്തിലാണ്, ഇപ്പോൾ വ്യാഴം വക്രത്തിലേക്ക് പോകും. അപ്പോൾ രണ്ടും നമുക്ക് അനുകൂലമായ പൊസിഷനല്ല എന്ന് മാത്രമല്ല, ജന്മമാസം നടന്നുകൊണ്ടിരിക്കുന്നു. ലഗ്നത്തിൽ കേതുവും നിൽപ്പുണ്ട്, കന്നി തന്നെ കേതുവും സൂര്യൻ നിൽപ്പുണ്ട്. അപ്പോൾ ഈ കന്നിരാശിക്കാർ ഉത്തരത്തിൻ്റെ മുക്കാലും ചിത്രയും ചോതിയുടെ പകുതിയും, ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ പകുതിയും വരുന്ന ഈ കന്നിരാശിക്കാർ ഒക്ടോബർ 9 മുതൽ നവംബർ 15 വരെ ശനിയുടെ വക്രഗതി തീരുന്നത് വരെയുള്ള 1.5 മാസക്കാലം, 1 മാസം ഒരാഴ്ചയും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് സുഖകരമല്ലാത്ത സമയമായിരിക്കും. അത് വളരെ മോശം സമയമായിരിക്കും, ശ്രദ്ധിച്ചിരിക്കണം. അപ്പം നവംബർ 15 കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ആശ്വാസം കിട്ടും. ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നവംബർ 15 മുതൽക്ക് ഇത് അനുഭവത്തിൽ വരുള്ളൂ എന്നുള്ള രീതിയിൽ. ജൂൺ 9 ഒക്ടോബർ 9 വ്യാഴം രാശി വക്രതയിലേക്കാവുമെങ്കിൽ പോലും
ഒക്ടോബർ 9 മുതൽ നവംബർ 15 വരെ അത് ഇവർക്ക് ഫലിക്കില്ല എന്ന് മാത്രമല്ല, വ്യാഴം വക്രതയിലേക്ക് വരുന്ന ഇവർക്ക് അനുകൂലമല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ശനിയുടെ സ്ഥിതി മാറുന്നതുകൊണ്ടാണ് ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നത്. ശനിയുടെ വക്രഗതി അവസാനിക്കുന്നതുകൊണ്ടാണ് അതൊരു സർക്കാരികമായിട്ട് ഒരു ആശ്വാസം അവർക്ക് കിട്ടും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ. ഇപ്പോഴത്തെ അപ്പോൾ ഈ സൂര്യൻ ജന്മരാശിയിൽ നിന്ന് ഒഴിയും, ശനിയുടെ വക്രം കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഒരു പൊതുവിലൊരു ആശ്വാസത്തിലേക്ക് ഇവർ പോകും. എങ്കിലും ഒന്ന് പൊതുവിലൊരു ശ്രദ്ധ വേണം ഇവർക്ക്. ഈ വ്യാഴമരത്തിൻ്റെ സമയങ്ങളെ പൊതുവിലൊരു ശ്രദ്ധ വേണം. ഒരു ഫെബ്രുവരി 4 കഴിഞ്ഞൊരു ശ്രദ്ധ വേണം. എങ്കിലും ഇവർക്ക് ശനിയുടെ സ്ഥിതി അനുകൂലമായതുകൊണ്ട്, 6 ഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് അത് ഇവരെ എന്തൊരു ഡാമേജിൽ നിന്ന് ശനി ഇവരെ സംരക്ഷിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കന്നിരാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഒക്കെ ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.